എന്നെ കേൾക്കുന്ന ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ഹിന്ദുക്കളുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാവരുടെ ദുഃഖം ഒന്നാണ്, മരണം ഒരുപോലെയാണ്. എന്ന് വെച്ചാൽ പല വിധമായിരിക്കുന്ന മരണം, എല്ലാവർക്കും മരണമുണ്ട്. നമ്മൾ ജനിച്ചതെല്ലാം ഒരേ നിയമത്തിലാണ്. എന്നാൽ നോക്കുവിന് 6000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം മനുഷ്യനെ തന്റെ രൂപത്തിൽ സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിനൊരു ആഗ്രഹമുണ്ട്. എന്റെ രൂപത്തിൽ സൃഷ്ടിച്ച ഈ മനുഷ്യൻ, അവരിൽ നിന്ന് തന്നെ ഞാൻ ഭാര്യയെ ഉണ്ടാക്കി കൊടുക്കും. എന്നിട്ട് അവരിൽ ധരിക്കുന്ന ജനങ്ങളും അവനും എന്നോടുകൂടെ നിത്യവാസത്തിലേക്ക് വരും. ദൈവത്തിന്റെ അതേ രൂപത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവനിൽ പാപമില്ലായിരുന്നു, അവൻ വിശുദ്ധ ായിരുന്നു. അങ്ങനെ 6000 വർഷങ്ങൾക്ക് മുമ്പ് കുരങ്ങിനെ രൂപാന്തരം ചെയ്തല്ല, പിന്നെയോ ദൈവം തന്റെ സ്വന്തം കൈകൊണ്ട് ഈ ഭൂമിയിലെ പൂഴിയെ തന്റെ അതേ രൂപത്തിലുള്ള ഒരു പ്രതിമയുണ്ടാക്കി അതിൽ ജീവശ്വാസം ഊതി അവനെ ജീവനുള്ള മനുഷ്യനാക്കി ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന ഏതിൽ നിർത്തി. അപ്പൊ 6000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ എത്ര ഭൂഖണ്ഡങ്ങൾ ഉണ്ടായിരുന്നു? ഒരു ഭൂഖണ്ഡവും ഇല്ലായിരുന്നു. അല്ലെങ്കിൽ ഒരൊറ്റ ഭൂമിയായിട്ട് ഇവിടെ കിടന്നു. അന്ന് ആഫ്രിക്കയോ ഏഷ്യയോ യൂറോപ്പോ വേർതിരിച്ചിരുന്നില്ല, ഒരു കരയും ഒരു സമുദ്രവും. എന്നാൽ ഇതെല്ലാം വേർതിരിക്കപ്പെട്ടിട്ട് ഏകദേശം 4000 വർഷത്തെ ചരിത്രമേ ഉള്ളൂ. ആ ഭൂമിയുടെ മധ്യഭാഗത്തിൽ ഏക പുരുഷനെ ദൈവം നിർത്തി. അവൻ ആദമെന്ന് പേരിട്ടു. അവൻ ദൈവത്തിന്റെ മകനും വിശുദ്ധനും ദൈവത്തോട് കൂടിയുമായിരുന്നു, ദൈവത്തോട് കൂട്ടായ്മയുണ്ടായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവൻ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്നൊരു പരീക്ഷ വെക്കേണ്ടത് ആവശ്യമായിരുന്നു. കാരണം എന്താണ്? ദൈവം നിത്യനാണ്, മരണമില്ലാത്തവനാണ്. അതുകൊണ്ട് മരണമില്ലാത്ത ദൈവത്തോടു കൂടെ മനുഷ്യന് ജീവിക്കണമെങ്കിൽ, അവനും മരണമില്ലാത്ത അനുഭവത്തിലേക്ക് ദൈവം അവന് നിത്യജീവനെ കൊടുത്ത് ഉയർത്തണമെങ്കിൽ, അവൻ തന്നെ എന്നേക്കും സ്നേഹിക്കുന്നു എന്ന് തെളിയിക്കേണ്ടത് ആവശ്യമായിരുന്നു. കാരണം എന്താണ്? വിവാഹ ജീവിതം മരണം കൊണ്ട് മാത്രമേ മാറ്റപ്പെടുവാൻ കഴിയത്തുള്ളൂ. എല്ലാ മതവിശ്വാസികൾക്കും അറിയാം. അതേ മരണം കൊണ്ടല്ലാതെ വിവാഹം മാറ്റരുതെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ നമ്മുടെ അവിശ്വസ്തത കൊണ്ടും അഹങ്കാരം കൊണ്ടും ദഹളം കൊണ്ടും ദൈവഭയമില്ലാത്തത് കൊണ്ടും അനേകരുടെ കുടുംബ ജീവിതങ്ങൾ തകർന്നു പോവുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ തെരഞ്ഞെടുക്കുന്ന ഒരു ഭാര്യ, നമ്മൾ തെരഞ്ഞെടുക്കുന്ന ഒരു ഭർത്താവ്, അവരെന്താണ്? നമ്മളെ സ്നേഹിക്കുന്നയാളാണ്, അവർ വിശുദ്ധിയോടെ ജീവിക്കുന്നവരാണെന്ന് നമ്മൾ അന്വേഷിക്കും. ഇല്ലെങ്കിൽ വഴക്കുണ്ടാക്കുന്ന ഒരു ഭാര്യയുടെ കൂടെ ജീവിക്കുന്നതിനേക്കാളും നല്ലത്, പ്രിയപ്പെട്ടവരെ, ശലോമൻ പറയുന്നു, തട്ടും പുറത്ത് കയറിയിരിക്കുന്നതാണെന്ന്. വഴക്കുണ്ടാക്കുന്ന ഭാര്യയോടുള്ള ജീവിതം എത്ര ദുസ്സഹമാണ്. തന്നെ സ്നേഹിക്കാത്ത ദുർനടപ്പുകാരൻ ഒരു ഭർത്താവിനോടുകൂടെ, കള്ളുകുടിനായിരിക്കുന്ന ഒരു ഭർത്താവിനോട് ജീവിക്കുന്നത് ആ ഭാര്യയ്ക്കും എത്ര ഭയങ്കരമാണ്. മരണം കൊണ്ടല്ലാതെ വേർപിരിയാനും പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ വിവാഹത്തിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടെത്തുന്നു. എന്നാലും ചതുവ് പറ്റാറുമുണ്ട്. അപ്പോൾ ദൈവം മരണമില്ലാത്തവനായതുകൊണ്ട് മരണമില്ലാത്ത ദൈവത്തോടു കൂടെ എന്നേക്കും ജീവിക്കണമെന്ന് ദൈവം മനുഷ്യനെ പറ്റി ആഗ്രഹിക്കുമ്പോൾ, ആ മനുഷ്യൻ എന്നെ എല്ലാത്തിനേക്കാൾ ഉപരി സ്നേഹിക്കുന്നെങ്കിൽ മാത്രമേ സ്വർഗത്തിൽ ഇരുത്താൻ കഴിയൂ. അല്ലെങ്കിൽ സ്വർഗം ഇവര് വഷളാകും. സ്വർഗത്തിൽ ദൂഷണങ്ങളില്ല, സ്വർഗത്തിൽ മദ്യപാനമില്ല, സ്വർഗത്തിൽ വഴക്കും വക്കാണവും ഒന്നുമില്ല. അവിടെ സ്നേഹം മാത്രമേ ഉള്ളത് കൊണ്ട് എന്നേക്ക് ജീവിക്കണമെങ്കിൽ, ആ ദൈവത്തോടു കൂടെ ജീവിക്കണമെങ്കിൽ മനുഷ്യൻ ദൈവത്തെ എല്ലാത്തിനേക്കാൾ ഉപരി സ്നേഹിക്കണമെന്ന് തെളിയിക്കണമായിരുന്നു.